السلام عليكم ورحمة الله وبركاته. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الفاتحة لله الشيطان بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن مالك يوم الدين إياك نعبد وإياك نستعين صراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. പടച്ചവനെ റഹ്മാനെ രക്ഷാവേ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുനാത്തുകളെ, ഞാൻ പറയുന്ന ഈ വാക്കുകൾ അക്ഷരം പ്രതി നിങ്ങൾ യൂട്യൂബ് കൂടിയും ഫേസ്ബുക്ക് കൂടിയും എല്ലാ മുനാത്തുകളിലും എത്തിച്ചു കൊടുത്തുകൊണ്ട് ഹയറായ ഒരു വിജയം എല്ലാവർക്കും നൽകാൻ വേണ്ടി ആദ്യമായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഏതൊരു ഉമ്മ വാപ്പ എന്നുള്ള സ്ഥാനം മക്കൾക്ക് അനിവാര്യമാണ്. ആയതുകൊണ്ട് പറയുന്നത് ഉസ്താക്കന്മാർ വയല് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഉമ്മയുടെ കാലിൻ്റെ അടിയിലെ സ്വർഗം എന്ന്. ഉമ്മയുടെ കാലിൻ്റെ അടിയിലെ സ്വർഗം തന്നെയാണ്. ഒരു വീട് കൂട്ടി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി വീട്ടിലേക്ക് കയറി വരുമ്പോൾ വാതിൽ തുറന്നാലേ അകത്തേക്ക് കിടക്കാൻ വരുള്ളൂ. അപ്പോൾ അകത്തേക്ക് കിടക്കുന്ന വരെയുള്ള വാതിലാണ് ഉമ്മയുടെ കയ്യിൽ. അകത്തേക്ക് കിടക്കണമെങ്കിൽ താക്കോല് വാപ്പായുടെ കയ്യിലാണ്. ആയതുകൊണ്ട് ഉമ്മാനെയും വാപ്പാനെയും ഒരേപോലെ സ്നേഹിക്കുന്ന മക്കളായി തീരണം. ഒരു പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഒരു ഭർത്താവിനെ ഏൽപ്പിക്കുന്നവരെയാണ് ഉമ്മാടിയും വാപ്പാടിയും കാലിൻ്റെ അടിയിൽ സ്വർഗം. അത് കഴിഞ്ഞ് ഭർത്താവിൻ്റെ കാലിൻ്റെ അടിയിലാണ്. ഭർത്താവ് കള്ളുകുടിയാനാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അവരെ ഒഴിവാക്കുകയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ് ആദ്യം തന്നെ റൂമിലേക്ക് വരുമ്പോൾ കള്ളുകുടിയാനെ തിരിച്ചറിയാവുന്നതാണ്. ആ കള്ളുകുടിയാനാണെങ്കിൽ അവിടെ വെച്ച് ബന്ധം ഒഴിവാക്കുകയാണെങ്കിൽ അത് സ്വാലിഹത്തായ മക്കളിൽപ്പെട്ടവരാണ്. അതല്ലാതെ കണ്ടു 4-5 മക്കളായി കഴിഞ്ഞതിന് ശേഷം ഒന്നില്ലെങ്കിൽ വേർപിരിഞ്ഞ് നിൽക്കുക, അല്ലെങ്കിൽ ഒരുപാട് തീർക്കുക, അതുള്ളത് ഒരു ഉമ്മത്തിങ്ങൾക്ക് പെട്ട ഒരു ഇതല്ല. അത് ഏതൊരു മാസത്തിൽ പെട്ടതായാലും അത് ആദ്യം തന്നെ തീർക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം അറിയണമെന്ന് വിനീതനായ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വാപ്പായുടെ കയ്യിലാണ് താക്കോല്. ആ താക്കോല് വാപ്പാട് ഉമ്മാനുള്ള സ്നേഹം അതേപോലെ തന്നെ വാപ്പയാണ് കുടുംബം ആരും വലിക്കുന്നത്. ആയതുകൊണ്ട് ഈ എളിയൻ്റെ പ്രാർത്ഥന ഇത് നിങ്ങൾ സ്വീകരിക്കുക എന്ന് വേണം. എല്ലാവരും എത്തിച്ചു കൊടുക്കണം. ഞാൻ ആദിക്ക് ഓതിയ ആയത്ത് അൽ-ബഖറ സൂറത്തിലെ 31-ാമത്തെ ആയത്താണ്. അള്ളാഹു തന്ന അറിവല്ലാതെ വേറൊരു അറിവ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ല. അതിൽ ഓതി അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പിശാചുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിനെയും പരമകാരുണ്യനും കരുണാനിധിയായ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഖുർആൻ്റെ ഉമ്മയായിരിക്കുന്ന ഫാത്തിഹ ഓതിക്കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ അറിവിനെ തരുന്നത്. എന്നിൽ ബന്ധപ്പെട്ട വെറും തേങ്ങപ്പൊളിക്കാരനാണെന്ന് മാത്രം കണക്കൂട്ടരുത്. എന്നിൽ ബന്ധപ്പെട്ട കുറേ മഹാന്മാരുണ്ട്. അതിൽ പാണക്കാട് മുറ്റത്ത് മറപ്പെട്ട് കിടക്കുന്നവരുണ്ട്. അതിലെൻ്റെ ഉസ്താക്കന്മാരുണ്ട്. അതേപോലെ തന്നെ ശംസുൽ ഉലമയിൽ മറപ്പെട്ട് കിടക്കുന്നവർ, മറപ്പെടാത്തൊരു വ്യക്തി കൂടിയുണ്ട്. അവരെ മക്കളിൽപ്പെട്ടവർ ഇവരെല്ലാം എൻ്റെ ഉസ്താക്കന്മാരാണ്. അത് ഏത് വിധത്തിൽ നിന്ന് നിങ്ങളാരും അറിയേണ്ട ആവശ്യമില്ല. ആ ശംസുൽ ഉലമയും പാണക്കാട് മുറ്റത്ത് കിടക്കുന്നവരും ഇവരെ കുടുംബാദികളും അള്ളാഹു ആയത്തുള്ളവർക്ക് ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും കൊടുക്കണം. അതേപോലെ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഇനി അടുക്കുന്നവരെയും അള്ളാഹു ആപത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും വയനാടുമാക്കി കിട്ടുവാനുള്ള എല്ലാ മയ്യത്തിനെയും എത്ര പെട്ടെന്ന് കിട്ടുവാനും അവിടുത്തെ മഴയ്ക്ക് സമരം കൊടുക്കുകയും അള്ളാഹുവെ അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിൻ്റെ അപകടങ്ങളിൽ നിന്ന് 10-30 ലക്ഷം ജനങ്ങളെ കാത്തു രക്ഷിക്കുവാൻ അള്ളാഹുവിനോട് പ്രത്യേകമായ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കും കാവലിനെ തരണേ. അല്ലാഹു റഹീമായ റബ്ബെ, ഈ പാവിയായവന് നീ കേൾക്കുന്ന എല്ലാവരും കണക്കല്ലാത്ത മുതലൊന്ന് സഹായിക്കല്ലേ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ പ്രത്യേകമായി ഏതായ സമയത്തും എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എനിക്ക് കണക്കല്ലാത്ത സമ്പത്ത് തന്നുകൊണ്ട് എന്നെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. റഹീമായ റബ്ബെ, കണക്കല്ലാത്ത മുതൽ വന്നുകൊണ്ട് പാവിയായ എളിയവനായ എന്നെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് അനവധി തെറ്റുകുറ്റങ്ങൾ പറയാനുള്ളവനാണ് റബ്ബെ. 60 വയസ്സ് കഴിഞ്ഞു. ഇനി ദാനം തന്ന ജീവിതം കൊണ്ടാണ് ജീവിക്കുന്നത്. അതിൻ്റെ അറിവിനെ എല്ലാവർക്കും ഇതേപോലെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം മാത്രമാണ് എന്നിലുള്ള ദൗത്യമാണ് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവെ റഹീമായ റബ്ബെ, ഏത് മക്കൾക്കും ഉമ്മ വാപ്പാരോട് ഒരേപോലെ സ്നേഹം വെച്ചുകൊണ്ട് പുലർത്തുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. കല്യാണം കഴിഞ്ഞ പെൺമക്കൾക്ക് അവരുടെ ഭർത്താക്കന്മാരായി സ്നേഹിച്ചുകൊണ്ട് നീങ്ങുവാനുള്ള ദീർഘായുസിനെയും ആഫിയത്തിനെയും വർഗത്തിനെയും കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ പാവിയായ എന്നെ മരിക്കുന്ന സമയത്ത് അള്ളാഹുവെ വയറും നിറച്ച് 10-ും 6-ഉം
എന്നുകൊണ്ട് ഈമാനോടുകൂടി റൂഹിനെ പിടിക്കുന്ന ഇസ്രായേൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഏൽപ്പിക്കാവൂ. അള്ളാഹുവെ അതുവരെ എന്നെ കാത്ത് രക്ഷിക്കണേ അള്ളാഹ്. എന്നിൽ ബന്ധപ്പെടുന്നവരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെയും എല്ലാവരെയും കാത്ത് രക്ഷിക്കണേ അള്ളാഹുവെ. പാണക്കാട് കുടുംബത്തിൽപ്പെട്ടവരെയും സംസർഗയുടെ കുടുംബത്തിൽപ്പെട്ടവരെയും എന്നിൽ ബന്ധപ്പെടുന്നവരെയും അള്ളാഹുവെ ഇതുവരെ ഞങ്ങൾക്ക് ഹൃദയത്തിൽ സ്നേഹം വെച്ചുകൊണ്ട് സഹായിച്ച ഏത് രൂപത്തിൽ ഗ്ലാസ് വെള്ളം തന്ന് സഹായിച്ചിട്ടുണ്ടെങ്കിലും സഹായിച്ചവരെയും ഇനി സഹായിക്കുന്നവരെയും അള്ളാഹു എന്ന് ദുനിയാവിലും ഖബറിലും അവസറയിലും ഒരേപോലെ കാത്തു രക്ഷിക്കണേ അള്ളാഹ്. അവർക്കും ഞങ്ങൾക്കും ഹുസൈനാർ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വാപ്പാട് ഉത്തരവാദിത്തത്തോടു കൂടി ആ ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിലേക്ക് കടക്കും. വെറും സ്വർഗമല്ല അള്ളാഹുവെ ചോദിക്കുന്നത്. അള്ളാഹുവെ ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു തരുന്ന അർഹമായ റബ്ബേ, ഞങ്ങളുടെ ബന്ധപ്പെടുന്നവർക്കും ജന്നത്തുൽ ഫിർദൗസ് എന്ന സ്വർഗം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അതിനാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അല്ലാഹ് പരമകാരുണ്യവനായ കരുണാനിധിയായ റബ്ബെ, കുടുംബത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹുവേ. റബ്ബില്ലവലാണ് വരുന്നത് റബ്ബേ, അനവധി കാലം അള്ളാഹുവേ റബ്ബില്ലവൽ എന്നതാനും ചെയ്തവനാണ് റബ്ബേ. കൊല്ലത്തെ റബ്ബില്ലവൽ നിൻ്റെ കയ്യിൽ കാശില്ല അള്ളാഹുവിനോട് അള്ളാഹുവിൻ്റെ അഭിവായ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ നടത്തിയത് തൃപ്തിയാണെങ്കിൽ അംഗീകാരമാണെങ്കിൽ ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് അതിനുള്ള എൻ്റെ കയ്യിൽ എത്തിച്ച് തരണേ. അതിനുവേണ്ടി അള്ളാഹുവിനോട് കരങ്ങൾ ഉയർത്തി ചോദിക്കുകയാണ് റബ്ബേ. ഇനി ദിവസങ്ങൾ കുറച്ചുകയുള്ളൂ അള്ളാഹുവെ. റബ്ബില്ലവലിന് റാലി കഴിഞ്ഞ് വന്ന് ഒരു കൊടുക്കുന്നതിനുള്ള ഭക്ഷണത്തിനുള്ള പൈസ എന്നിൽ എത്തിച്ച് തരണേ അർഹമായ റബ്ബേ. 10 കൊല്ലത്തോളം നടത്തി വരുന്ന സദഖ അന്നദാനം എനിക്ക് പൂർണ്ണമായും നടത്തുവാൻ ഹബീബിനോടുള്ള സ്നേഹം നിലനിർത്തുവാനുള്ള തൗഫീഖ് നൽകണേ അള്ളാഹു. ഉമ്മർക്ക് കൊണ്ടുപോകണം. ഏത് പുസ്തകന്മാരും പ്രത്യേകമായി വരുന്ന എല്ലാ പെങ്ങന്മാരും ജ്യേഷ്ഠന്മാരോടും പറയണം, അയൽക്കൂട്ടത്തിലുള്ള പലിശയായിട്ട് എന്തൊരു ഇടപാടുണ്ടെങ്കിലും കംപ്ലീറ്റ് തീർത്തുകൊണ്ട് ഉമ്മറക്കോ ഹജ്ജിന് പോകാവൂ എന്ന് പ്രത്യേകമായി പറയണമെന്ന് താഴ്മയോട് ഈ എളിവനായ ഒരു അറിവില്ലാത്ത വിവരദോഷിയായ ഈ പാവിയായ ഈ തേങ്ങ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. അല്ലാണ്ട് മറ്റുള്ള പ്രതിഫലത്തിന് വേണ്ടി ഒരാളെയും കൊണ്ടുപോയി ചതിയിൽ അവരെ ആ രാജ്യം കാണിക്കുക, ഫ്ലൈറ്റ് കയറുക എന്നുള്ള ഉത്തരവാദിത്വം നിർവഹിച്ച് കൊണ്ടുവരാൻ നിങ്ങൾ കൊണ്ടുപോകല്ലേ. എനിക്ക് കാത്ത് രക്ഷിക്കണേ. റബ്ബനാഥിനെ വദ്യാസനത്തെ വല്ലവരദ്യാസനത്തെ മക്കനാഥന റബ്ബനാഥിനെ വദ്യാസനത്തെ വല്ലവരദ്യാ റബ്ബനാഥിനെ വദ്യാസനത്തെ വല്ലവരദ്യാസനത്തെ മക്കനാവ സല്ലല്ലാഹു അലൈഹി വസല്ലം 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 പഠിച്ചവനെ. അസ്സലാമു അലൈക്കും യാ അല്ലാഹ്.